السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുമ അവരെ തൊട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ ഉത്തിയ ബിത്വആമിൻ വകാന സായിമൻ فقال قتل مصعب بن عمير رضي الله عنه وهو خير مني إلى آخر الحديث. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഇബ്രാഹിം എന്നവര് പിതാവിനെ കുറിച്ച് പറയുകയാണ്. ഉത്തിയ ബിത്വആമിൻ, ഈ പിതാവ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. അപ്പൊ കാന സായിമിൻ, അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അപ്പൊ ഭക്ഷണം നോമ്പ് തുറക്കാനായിരിക്കണം. ഫഖാല, അങ്ങനെ ഭക്ഷണം ഹാജരായപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖുതില മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടു. വഹുവ ഖൈറു മിന്നി, അദ്ദേഹം എന്നേക്കാൾ ഉത്തമരാണ്. ഫലം യൂജദ് മാ യുകഫനു ബിഹി, അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട അവസരത്തിൽ അദ്ദേഹത്തിനെ തക്ഫീൻ ചെയ്യാൻ, കഫൻ ചെയ്യാൻ, പൊതിയാനുള്ള, മൃതദേഹം പൊതിയാനുള്ള തുണി ഇല്ല ബുർദ, ഒരു പുതപ്പല്ലാതെ. മൃതദേഹം ഒന്ന് പൊതിയാൻ ഒരു പുതപ്പല്ലാതെ ഒന്നും കിട്ടിയില്ല, ഒന്നുമില്ല. ആ പുതപ്പിന്റെ അവസ്ഥ തന്നെ എന്താണ്? ഇതാ ഒത്തിയ ബിഹാർ സുഹു, ബഹുമാനപ്പെട്ടവരുടെ തല അതുകൊണ്ട് മൂടപ്പെട്ടാൽ ബദത്ത് രിജിലാഹു, അവരുടെ രണ്ട് കാല് വെളിവാകും. ഇതാ ഒത്തിയ ബിഹാർ രിജിലാഹു, അദ്ദേഹത്തിന്റെ രണ്ട് കാല് അതുകൊണ്ട്, ആ ബുർദ കൊണ്ട്, ആ പുതപ്പ് കൊണ്ട് മൂടപ്പെട്ടാൽ ബദാ രിജിലാഹു, അവരുടെ രണ്ട് കാല് വെളിവാകും. ബദാ റസുഹു, അദ്ദേഹം തല വെളിവാകും. ഇതായിരുന്നു അവസ്ഥ. എത്രമാത്രം ദാരിദ്ര്യമായിരുന്നു ഞങ്ങളുടെയൊക്കെ അവസ്ഥ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, സുമ്മ ബുസിത്തലന മിനദ്ദുന്യ മാ ബുസിത്ത, പിന്നെ ഈ ഐഹികമായ ലോകത്തിന്റെ വിഭവങ്ങൾ ഞങ്ങൾക്ക് വിശാലമാക്കപ്പെട്ടിടത്തോളം വിശാലമാക്കപ്പെട്ടു. അത് വളരെയധികം സമ്പൽ സമൃദ്ധിയിലേക്കും ഭൗതിക വിഭവങ്ങളിലേക്കോ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളൊക്കെ ഉയർന്നു. അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞു, മിനദ്ദുന്യ മാ ഉഅ്തീന, ഈ ഐഹിക ലോകത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകപ്പെട്ടതൊക്കെ നൽകപ്പെട്ടു. അത് ഹഷീന, ഞങ്ങൾ പേടിച്ചു എന്നാണ്. ഈ ഐഹികമായ വിഭവങ്ങള്, സമ്പൽ സമൃദ്ധിയൊക്കെ ലഭിച്ചപ്പോ ഞങ്ങൾ പേടിച്ചു. അൻ ഹസനാത്തുന, ഞങ്ങളുടെ നന്മകൾ അത് ഉജ്ജിലത്തിലന, ഞങ്ങൾക്ക് വേഗത്തിൽ നൽകപ്പെട്ടതാവൽ ഞങ്ങൾ പേടിച്ചു. സഹോദരന്മാരെ, സഹോദരിമാർ, ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു, എന്നിട്ട് ആ ഹദീസ് അവസാനിക്കുന്നത് ബഹുമാനപ്പെട്ടവരങ്ങനെ കരഞ്ഞു ആ ഭക്ഷണം ഒഴിവാക്കി എന്നാണ്. ആ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നോമ്പുകാരനായ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ, വളരെ ഭക്ഷണത്തിന് നല്ല ആഗ്രഹമുള്ള ടൈമാണ്. പക്ഷെ ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിലേക്ക് വഹിച്ചപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, മഹാന്മാരുടെ ചിന്തകൾ അങ്ങനെയാണ്, എല്ലാത്തിലും അവർ ആലോചിക്കും, ചിന്തിക്കും. ഭക്ഷണം കൊണ്ടെന്ന് പറയണേ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മൂപ്പരൊക്കെ എന്തായിരുന്ന അവസ്ഥ? ഒരു മയ്യത്ത് കഫൻ ചെയ്യാൻ വസ്ത്രമില്ല, ആകെ ഒരു പുതപ്പുണ്ട്. അതുകൊണ്ട് തല മൂടിയാൽ കാല് വെളിവാവും, കാല് മൂടിയാൽ തല വെളിവാവും. ഇത്രമാത്രം ദാരിദ്ര്യമായ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു അന്നത്തെ ഞങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ദുന്യാവൊക്കെ വന്നു. പക്ഷെ വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു. എന്ത്? ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഈ ദുന്യാവിൽ തന്നെ തന്നു തീർക്കാണോ? ആഖിറം കിട്ടൂലേ, ആഖിറത്തിൽ വിജയിക്കൂലേ എന്നുള്ള പേടിയും വെച്ച. ഇത് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ബഹുമാനപ്പെട്ടവർ ആ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, അത് ഒഴിവാക്കിന. നമ്മളൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആലോചിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ പടച്ചോനത്ത് ദുന്യാവിൽ ഒതുങ്ങോ?
ആഖിറത്തിൽ കിട്ടൂലേ എന്നൊരു ബേജാറുണ്ടാവാറുണ്ടോ? ഇങ്ങനെ വല്ലതും ചിന്തിക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അനുഗ്രഹങ്ങൾ ഇല്ലാതിരുന്നൊരവസ്ഥ, കഴിഞ്ഞുപോയ കാലത്തെ അവസ്ഥകൾ ചിന്തിക്കുക, വന്ന വഴി മറക്കാതിരിക്കുക. പിന്നെ ഇവിടെ ഈ ലോകത്ത് വല്ലാതെ കിട്ടുമ്പോ ഒരു പേടി, ഇങ്ങനെ പരലോകത്ത് കിട്ടൂലേ എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും ഒരു അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അത് വല്ലാതെ കിട്ടുമ്പോഴുള്ള ഒരു വേവലാതിയും, എപ്പോഴും ആഖിറത്തിലെ വിജയം ഒന്നാമത്തെ ലക്ഷ്യം. ദുനിയാവില് ഭക്ഷണവും സൗഭാഗ്യമൊക്കെ കിട്ടുമ്പോൾ അപ്പോഴൊക്കെ ആഖിറം കിട്ടൂലേ കിട്ടൂലേ എന്നുള്ള വിചാരം. നമ്മളൊക്കെ ദുനിയാവില് കുറച്ച് സൗഭാഗ്യവും പിന്നെ ഐശ്വര്യമൊക്കെ കിട്ടിയാലേ നമ്മളൊന്നുകൂടി വലുതാവുക ചെയ്യുക. ഞാൻ നല്ല ആളായതുകൊണ്ടും ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണോണ്ടും എനിക്ക് കിട്ടിയ കാര്യങ്ങളാവും, ഞാൻ കുറച്ച് തരക്കടില്ല എന്ന ചിന്തയിലേക്കാണ് പോവാറ്. പക്ഷെ മഹാന്മാർ അങ്ങനെയല്ല. കുറച്ചവനെ ഇതുകൊണ്ട് ഇവിടെ എങ്ങാനും അവസാനിക്കുവോ, നാളെ ആഖിറത്തിൽ കിട്ടൂലേ എന്നുള്ള ബേജാർ. സഹോദരന്മാരെ എല്ലാ സമയത്തും എന്ത് അനുഗ്രഹങ്ങൾ കാണുമ്പോഴും പ്രയാസമുണ്ടായിരുന്ന അവസ്ഥകൾ ആലോചിക്കുകയും പിന്നീട് ആ പ്രയാസം ഇല്ലാതെയായതിന്റെ കാര്യങ്ങൾ ചിന്തിക്കുകയും, ഇനി അഥവാ ഈ പ്രയാസമില്ലാത്ത വല്ലാത്തൊരു സമ്പൽ സമൃദ്ധി ഐശ്വര്യക്കപ്പാടെ കുറച്ചവനെ ആഖിറത്തിന് വല്ല മോശം വരുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുക. നമുക്കൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നമ്മളുടെ അതിര് വിട്ട് ആസ്വദിക്കലാണല്ലോ. കുറച്ച് കാശുണ്ടായ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം കാട്ടിക്കൂട്ടണം എന്നുള്ള വ്യഗ്രതല്ലേ. അല്ലാതെ ഇതുകൊണ്ട് ദുന്യാവെങ്ങാനും മുടങ്ങുമോ എന്നുള്ള പേടിയാ. ഇവര് വേണ്ടാത്ത ഒന്നും ചെയ്തിട്ടല്ല, ആ ഉള്ളത് ഹലാലാ രീതിയിൽ ആസ്വദിക്കുമ്പോ തന്നെ വേറെ മനസ്സിൽ കുറച്ചവൻ ആഖിറം എന്താവും എന്നുള്ള പേടിയാ. പിന്നെ നമ്മുടെ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കാട്ടിക്കൂട്ടലൊക്കെ നടത്തുമ്പോഴോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ സമൂഹത്തെയും മക്കളെയും കുടുംബത്തൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തന്ന ഓരോ അനുഗ്രഹവും അവരുടെ ആഖിറം പോവാതിരിക്കാനുള്ള ഒന്നായി നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.